എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് ഇന്നലെ ആവണിമിട്ടമൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി, എല്ലാവരും ഒത്തുകൂടി നല്ല ആഘോഷമാക്കി. അപ്പോൾ അവിടെ കൊങ്ങിണിമാരുടെ സ്പെഷ്യൽ ഡിഷല്ലേ, നമ്മുടെ വീട്ടിൽ ആവണിമിട്ടത്തിന് ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന മെയിൻ ഡിഷാണ് ഹിട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ ഇപ്രാവശ്യം ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതുണ്ടാക്കാൻ പ്ലാവിലയും ഈർക്കിൽ, നമുക്ക് പച്ച ഓലയുടെ ഈർക്കിൽ വേണം. ഈർക്കിൽ പകുതിയാക്കി അതും പിന്നെ കഷ്ണങ്ങളാക്കി എടുക്കണം. എന്നിട്ട് ആ പച്ച ഓലയുടെ ഈർക്കിലും പ്ലാവിലയും കൊണ്ടാണ് അതിൻ്റെ കൊട്ട ഉണ്ടാക്കുന്നത്. കൊട്ട ഉണ്ടാക്കി പിന്നെ ആ കൊട്ടയ്ക്കകത്താണ് മാവ് ഒഴിക്കുന്നത്. അങ്ങനെയാണ് ഹിട്ടു ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ വിശദമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ ഇത് നല്ല ഈ പ്ലാവില നല്ല പോഷക ഗുണമുള്ള ഒരിലയാണ്. അപ്പോൾ അതിനകത്ത് മാവൊഴിച്ച് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കുന്നതിലും വളരെ ടേസ്റ്റിയും നല്ല പോഷക ഗുണവും ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം എന്താ ഇതുപോലെ 2 ഇല ആദ്യം വെച്ച് അതിൽ ഈർക്കിൽ കുത്തി ഇറക്കി, പിന്നെ 2 ഇലയും കൂടെ അതിൻ്റെ അടിയിൽ വെച്ച് പിന്നെ അതിൽ ഈർക്കിൽ കുത്തി വെച്ചാൽ അത് ഇളകി പോകാത്ത രീതിയിൽ, മാവ് ഒഴിച്ചാലും അത് ഇളകി പോകരുത്, അതേ രീതിയിൽ വേണം ഈർക്കിലും അതിന് ഇലയും ഒക്കെ വെച്ച് ആ ഷേപ്പാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ എന്താ കണ്ടോ, ഇനി കൊട്ടയുടെ ഷേപ്പാക്കും. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ ആ സൈഡിൽ കൂടി പോലും മാവ് വെളിയിൽ പോകാത്ത രീതിയിൽ വേണം കൊട്ട ഉണ്ടാക്കാൻ. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ സൈഡിലും ഈർക്കിൽ കുത്തിയിറക്കി ഓരോ ഇലകളും ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഇങ്ങനെ ഈർക്കിൽ ഇതാക്കി കൊട്ടയുടെ രൂപത്തിലാക്കിയെടുക്കും. അപ്പം ഇതൊരു മെയിൻ ഇതിൻ്റെ കൂടെ നമ്മൾ തീയൽ, ഉരുളക്കിഴങ്ങും മുരിങ്ങയിലല്ല മുരിങ്ങയ്ക്കായും കടലയും പിന്നെ ചേന ഒക്കെ ഇട്ട് തീയൽ പോലെ ഉണ്ടാക്കും. തീയൽ, ചമ്മന്തി, പിന്നെ ചേന കൊണ്ട് ഒരു എരിവുള്ള ഒരു കറി. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഹിട്ടുവും അതും മുക്കി കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. ചമ്മന്തിയും ഓക്കെയാണ്, എന്നാലും മെയിനായിട്ട് ഇതിൻ്റെ കൂടെ തീയലും ഈ ചേന കൊണ്ടുള്ള എരിവുള്ള കറിയുമാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ഇതുണ്ടാക്കാൻ മിക്കവർക്കും അറിയാം. പ്രായമായവരൊക്കെ പെട്ടെന്ന് ഇരുന്ന് ഈ കൊട്ട ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഈ കൊട്ട ഉണ്ടാക്കാൻ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ ഇതൊരു നല്ല ഇപ്പോൾ ഇതുപോലെ അല്ലാതെ കുമ്പിൾ പോലെയും കുമ്പിൾ പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി അതിനകത്ത് മാവൊഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം എന്താ കൊട്ട ഏകദേശം ഒരു 95% റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അത് കുറച്ചുകൂടെ ഇതാക്കുമ്പോഴത്തേക്കും കൊട്ട റെഡിയാകും. ഇനി നമുക്ക് മാവ് ഇതിന് വേണ്ടിയുള്ള മാവിൻ്റെ മാവ് ഉണ്ടാക്കുന്നതും ഞാൻ ഇതിന് മുന്നേ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുന്ന സെയിം റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഇപ്പം കൊട്ട റെഡി ആയിട്ടുണ്ട് നമ്മുടെ. അടിപൊളിയായില്ലേ കൊട്ട? ഇതുപോലെ ഇരിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു തണ്ട് മാത്രം വെച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റണം, എന്നാലേ നമുക്ക് മാവ് ഒഴിക്കാൻ പറ്റൂ. കണ്ടോ, ഇത് തലേന്ന് വൈകിട്ട് തന്നെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ മാവ് ആട്ടി വയ്ക്കുകയും ചെയ്യും. ഇതുപോലെ മാവ്, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം, അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതുപോലെ മാവ് അരച്ച് തലേന്ന് തന്നെ വെക്കും. എന്നിട്ട് മാവ് രാവിലെ പൊങ്ങി വരുമ്പം അതിൻ്റെ കൂടെ ഉപ്പും പിന്നെ പച്ചമുളക്, ഇഞ്ചി ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഞങ്ങൾക്ക് വീട്ടിൽ ആർക്കും വലിയ താല്പര്യമില്ല അതിനോട്, അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഇടാറില്ല. അതുകൊണ്ട് പ്ലെയിൻ മാവ്, ഇഡ്ഡലി മാവ് പോലെ മാവ് അരച്ചെടുത്തിട്ട് ഈ കൊട്ട നന്നായിട്ട് കഴുകി അതിനകത്തോട്ട് മാവ് ഒഴിക്കണം. അപ്പം കണ്ടോ, മാവ് സൈഡിൽ കൂടെ ഒന്നും പോകാതെ കറക്റ്റ് അതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമില്ല, അതിനകത്ത് ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഞങ്ങളുടെ ചെറുതായതുകൊണ്ട് 4 എണ്ണമൊക്കെ ആകത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. എന്ന് വെച്ചാൽ ഇത്രയും മാവ് വെന്ത് വരണ്ടേ.
അപ്പം കണ്ടോ, ഇതിപ്പം നന്നായിട്ട് ഈ ഒരു കളറിൽ ഇലയും ആകും. ആ ഇലയിലുള്ള സത്തെല്ലാം ആ മാവിനകത്ത് പിടിച്ച് നല്ല ഇതായിട്ട് ഹിട്ടു റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊളിച്ച് നമുക്ക് പാത്രത്തിൽ വെച്ച് ഞാൻ കാണിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനേ. എൻ്റെ ചാനൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആവണിയാവിട്ട ആശംസകൾ. കഴിഞ്ഞു പോയെന്നറിയാം, എന്നാലും അപ്പം ഞങ്ങൾക്കൊരു അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു.